നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിക്കും. കുറച്ച് വെള്ളം കൂടി ചേർക്കും. തേൻ ചേർത്തിട്ടില്ല, തേൻ അവസാനമേ ചേർക്കുള്ളൂ. നല്ല മണമാണ്. ഈ തുളസിയിലൊക്കെ ഉള്ളതുകൊണ്ട് തുളസിയിലൊക്കെ ഒരു പ്രത്യേക മണമാണല്ലോ. അതിൻ്റെ കൂടെ ഗ്രാമ്പൂവും കൂടിയുണ്ട്. ഗ്രാമ്പൂ വളരെ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം പഞ്ചസാര നമ്മൾ ചേർത്തത് കൂടിയാൽ ഒരു കുഴപ്പവുമില്ല. അത് നമുക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ അടിച്ച് വെച്ച് ഒരുപാട് സമയം വെച്ചേക്കണ്ട. അല്ലാതെ നമുക്ക് ഒരു ഗ്ലാസ് അടിച്ചിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ അത്രയും നമുക്ക് അത് ജ്യൂസ് പോരാ എന്ന് തോന്നുകയില്ല. കോൺസെൻട്രേഷൻ പോരാന്ന് ഒരിക്കലും തോന്നില്ല. ഇത്ര സമയം വേണ്ടു അംല ഹെൽത്ത് ഡ്രിങ്ക് റെഡിയാക്കാൻ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് അരിച്ചെടുത്തിട്ട് തേനും കൂടി ചേർക്കുമ്പോൾ റെഡിയാവും. ഈ നെല്ലിക്കയൊക്കെ അടിച്ചു കഴിയുമ്പോൾ നെല്ലിക്ക ജ്യൂസ് അടിക്കുമ്പോൾ അരിച്ചല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അങ്ങനെ തന്നെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ചില ആൾക്കാർക്ക് അതിൻ്റെ നാരിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒന്ന് അരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അരിക്കാതെ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് ഇളക്കി നോക്കുമ്പോൾ ഇനി കോൺസെൻട്രേഷൻ കുറച്ചും കൂടി വേണം, വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇനി ഞാനിതിലേക്ക് ഹണി ചേർക്കുകയാണ്. തേൻ കുറച്ച് കൂടുതൽ ചേർക്കുകയാണ്. ഇപ്പോൾ നെല്ലിക്കയും തേനും കൂടി ചേർത്ത് തേനിലിട്ട നെല്ലിക്കയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ. എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണത്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്തുവാണ് നെല്ലിക്ക എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തുളസിയിലയും ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ തുളസിയുടെയും ഒരു മണമുണ്ട്. അപ്പോൾ എല്ലാം കൂടി കറ്റാർ വാഴയും ജ്യൂസ് ഉണ്ടാക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു പ്രത്യേക ജ്യൂസാക്കി അംല ഹെൽത്ത് ഡ്രിങ്ക് ആക്കി ഉപയോഗിക്കുകയാണ്. അപ്പോൾ തേൻ നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം, ഇഷ്ടം പോലെ. അപ്പം കൂടുതൽ തേൻ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇങ്ങനെയാണ്. ഇപ്പം ഞാനൊരു 2-3 സ്പൂൺ തേൻ ചേർക്കുകയാണ്. ചെറുതേ നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ അധികം സഹായകമാവുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഡ്രിങ്ക് നിങ്ങൾ ഉപയോഗിക്കണം. മധുരം പോരാ, അല്ലെങ്കിൽ മധുരം കൂടിപ്പോയി എന്ന് കരുതി യാതൊരു വിഷമവും വേണ്ട. കൂടി പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് 2 ഗ്ലാസ്സായിട്ടും ഉപയോഗിക്കാം. കോൺസെൻട്രേറ്റഡ് ആയിട്ട് കഴിക്കുന്ന കുട്ടികൾ ഇത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ച് ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ നല്ല തിക്കായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അല്ലാതെ ജ്യൂസ് അടിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിരിക്കും. ഇതിപ്പോൾ അതുപോലെയാണ്. തേനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒരു സർവിങ് ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാം. അപ്പം നമുക്കിതിൽ മധുരം കൂടി എന്നുണ്ടെങ്കിൽ വിഷമിക്കാനില്ല. ഞാൻ പറഞ്ഞു മധുരം ചേർക്കാതെ, ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മധുരം ചേർക്കാതെ, തേൻ ചേർക്കാതെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നെല്ലിക്കയും ഉപ്പും കൂടി നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കറ്റാർവാഴയും തുളസി ഇടുന്നേ ഉള്ളൂ. ഡയബറ്റിക് പേഷ്യൻസിന് യാതൊരു വിഷമവും വേണ്ട. ഈ അംല ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങൾക്കും ഉപയോഗിക്കാം. ഇത് മാത്രം ഒഴിവാക്കിയാൽ മതി, പഞ്ചസാര മാത്രം ഒഴിവാക്കിയാൽ മതി. തേൻ വലിയ ദൂഷ്യമില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്നുകൂടി പറയാം. അംല ഹെൽത്ത് ഡ്രിങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. പ്രധാന ഘടകം
നെല്ലിക്ക തന്നെയാണ്. നെല്ലിക്ക, കറ്റാർ വാഴയുടെ കുറച്ച് തിക്കായിട്ടുള്ള പോർഷൻ നോക്കി കട്ട് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള ഭാഗം എടുത്തു. എന്നിട്ട് കുറച്ച് തുളസിയില, ഒരു പിടി തുളസിയില എടുത്തു, 2-3 ഗ്രാമ്പൂ എടുത്തു. ഇതെല്ലാം കൂടി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ച് എടുത്തു. അരിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് കുറച്ച് തേനും കൂടി ചേർത്തു, നന്നായി ഇളക്കി യോജിപ്പിച്ചു. നല്ല ഹെൽത്തി ഡ്രിങ്കായി, അംല ഹെൽത്ത് ഡ്രിങ്കായി മാറി. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാം. തേനും അല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി തേൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അങ്ങനെയും അംല ഹെൽത്ത് ഡ്രിങ്കാക്കി ഉപയോഗിക്കാം. ഇത് വളരെ ഔഷധ മൂല്യമുള്ളതാണ്, നമ്മളുടെ ആരോഗ്യത്തിന് വളരെ അധികം പ്രയോജനപ്രദവുമാണ്. എങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കൂ. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാം. നെല്ലിക്കയൊക്കെ വീട്ടിലുണ്ടാവും, കറ്റാർവാഴയും തുളസിയൊക്കെ വീട്ടിലുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. വളരെ എളുപ്പം തയ്യാറാക്കാം. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.